സുധാകരൻ സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പറഞ്ഞു ഒരു റബ്ബറിന് വിലയും വർദ്ധിപ്പിച്ചില്ല. റബ്ബർ വില താഴോട്ട് പോകുന്നു. മലയോര പ്രദേശത്ത് കാട്ടുമൃഗങ്ങൾ അവിടുത്തെ കർഷകന്മാരെ ആക്രമിക്കുന്നു, കൊല്ലുന്നു. ആ കാട്ടുമൃഗങ്ങളെ നിയന്ത്രിക്കാൻ ഈ സർക്കാരിന്റെ വനം വകുപ്പിന് സാധിക്കുന്നില്ല. ഒരിടത്തും നീതിയില്ല. ഒരു സമൂഹത്തോടും നീതി പുലർത്താൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യത്തിന്റെ മുമ്പിലാണ് ഈ നാട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ആഞ്ഞടിച്ച് കുതിച്ചു കയറേണ്ടുന്ന ഒരു രാഷ്ട്രീയ കാലഘട്ടം അന്തിച്ചിരുന്ന് കരുതി തള്ളിക്കളയരുത് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മിപ്പിക്കുന്നു. ഇറങ്ങുക, മനസ്സിൽ ദൃഢനിശ്ചയത്തോടെ ഇറങ്ങുക, വീടുകൾ കയറുക, ഓരോ വീടും സ്വായത്തമാക്കുക, നമ്മളെ കയ്യിൽ വെക്കുക, നമ്മളെ നിയന്ത്രണത്തിൽ വെക്കുക, അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുക. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തിരിച്ചുവരവ് അടിസ്ഥാനപരമായി ഉറപ്പിക്കുക. അതാണ് നിങ്ങൾ ഈ വരുന്ന മാസങ്ങളിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം, നിങ്ങളുടെ ജോലി. അതിന് സമയം കണ്ടെത്തണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. കോൺഗ്രസ് ഇല്ലേ ഇവിടെ? ഇന്ത്യയില്ല. കോൺഗ്രസ് ഇല്ലെങ്കിൽ ഇന്ത്യയില്ല. ഈ നാട് നിലനിൽക്കുന്നു. ഈ നാട് മുമ്പ് എന്തായിരുന്നു? സ്വാതന്ത്ര്യത്തിന് മുമ്പ് എന്തായിരുന്നു ഇന്ത്യ? ചിതറിക്കിടന്ന നാട്, നാട്ടുരാജ്യങ്ങളുടെ ഒരു സങ്കലനമാണ്. നാട്ട് രാജ്യങ്ങളുടെ ഒരു സങ്കലനമാണ്. നാട്ടുരാജാക്കന്മാർ, ഭൂജന്മികൾ, ഭൂസ്വാമികൾ അവരൊക്കെ നിലനിർത്തിക്കൊണ്ടുപോയ നാടാണ് നമ്മുടെ നാട്. ആ നാട് ബ്രിട്ടന്റെ കയ്യിലാണ്. ബ്രിട്ടീഷുകാരന്റെ നീണ്ട വർഷത്തെ ബ്രിട്ടീഷുകാരന്റെ അധിനിവേശത്തെ ഒഴിവാക്കാൻ ഈ പറയുന്ന നാട്ടുരാജ്യങ്ങൾ, ഈ നിറയുന്ന ജനങ്ങൾ, ജനങ്ങളെ ഏകോപിപ്പിച്ച് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ലോകത്തിന്റെ മുമ്പിൽ അവിസ്മരണീയമായ ഒരു പുതിയ സമരമുറ നാട്ടുജനങ്ങൾക്ക് ലോകത്തിന് കാഴ്ചവെച്ച് അഹിംസാ സമരത്തിലൂടെ ഗർജിക്കുന്ന പീരങ്കികൾ നിശബ്ദമാക്കി ഒരു സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഇന്ത്യ ലോകത്തിന്റെ മുമ്പിൽ ഒരു വിസ്മയമാണ്. ട്രിഗർ വലിച്ച് ജാഥക്ക് നേരെ വെടിയുതിർക്കാൻ നോക്കുമ്പോ ശാന്തി ശാന്തി ഓം ശാന്തി എന്ന് പറയുന്ന ആപ്തവാക്യത്തിന്റെ മുമ്പിൽ നിശബ്ദരായ ബ്രിട്ടീഷ് പട്ടാളക്കാർ മഹാത്മാഗാന്ധിജിയുടെ സഹന സമരം ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചു. രാജ്യം സ്വാതന്ത്ര്യം കിട്ടുമ്പോ ഇവിടെ മതങ്ങൾ വ്യത്യസ്തം, ഇവിടെ ജാതികൾ വ്യത്യസ്തം, ഇവിടെ ഭാഷകൾ വ്യത്യസ്തം, ഇവിടെ സംസ്കാരങ്ങൾ വ്യത്യസ്തം, ഇവിടെ ആചാരങ്ങൾ വ്യത്യാസം, ഇവിടെ അനുഷ്ഠാനങ്ങൾ വ്യത്യാസം. ഒരു തരികിട ഇതെല്ലാം വ്യത്യസ്തമാണ്.